നമസ്കാരം, നവാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്ന സബ്ജക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വീട് റിനോവേഷനൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓരോരോ വീഡിയോകളിലൂടെ പറഞ്ഞു തരാം. കാരണം ഞാൻ പിന്നെയും പറയുകയാണ്, അഹങ്കാരം കൊണ്ടൊന്നും പറയുന്നതല്ല. 65ഓളം വീടുകളിൽ വാസസ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയാനും കാരണം. അപ്പം ഞാൻ പറയാം. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാത്റൂം, ടോയ്ലറ്റ് ഇത് പണിയുമ്പം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് ടോയ്ലറ്റിൻ്റെ വലിപ്പം. അത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ട്, നമുക്ക് പ്ലാനിങ്ങിലൊന്നും വലിയ പ്രശ്നമില്ല, തരക്കേടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ബാത്റൂം തന്നെയാണ് നല്ലത്. കാരണം നമുക്കൊന്ന് ഈ എണ്ണ തേച്ചൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബാത്റൂമാണെങ്കിൽ നമുക്കത് അത്ര ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്കൊന്ന് വൃത്തിയാക്കാൻ പോലും പറയും വലിപ്പം കുറയും തോറും നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമാണ്. പക്ഷെ അല്ല, നമുക്ക് ടോയ്ലറ്റിൻ്റെ വലിപ്പം ഭയങ്കരമായിട്ട് ഇടുങ്ങിക്കൂടി തീരെ സ്പേസ് ഇല്ലാത്തതാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ, യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വാഷ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നടന്ന് നന്നായിട്ട് നമുക്ക് ഭിത്തിയൊക്കെ ക്ലീൻ ചെയ്യാം, തറ ക്ലീൻ ചെയ്തെടുക്കാം, എല്ലാം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് അല്ല, രണ്ടും കൂടെ ഒന്നിച്ചാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 99% ആളുകളും പണിയുന്നത് അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെയാണ് ഇങ്ങനെ കുളിക്കാനായിട്ടൊരു ബാത്റൂം, പിന്നെ ടോയ്ലറ്റ് വെക്കുന്നത് വേറൊരിടത്ത്, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ സെപ്പറേറ്റ് അല്ല, കൂടുതലും ഒന്നിച്ച് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ നമ്മൾ വാഷ് ചെയ്യാൻ ജസ്റ്റ് കാല് കഴുകാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ മുഖം കഴുകാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ മേല് കഴുകാൻ, കുളിക്കാൻ, ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് മാത്രം നമ്മൾ കയറുമ്പോൾ ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര അടിച്ചിട്ടെന്നാലും ചെറിയൊരു നനവ് ഈർപ്പമൊക്കെ കാണും. അപ്പോൾ ഇതുണ്ടാവാണ്ടിരിക്കാൻ ഒന്നെങ്കിൽ വലിയ ക്യാഷൊക്കെ കയ്യിലുണ്ട്, ബഡ്ജറ്റൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാത്ത് ടബ് തന്നെ ആവാം. ഇനി അതല്ല എങ്കിൽ ജസ്റ്റ് ഒരു ഇഷ്ടികയുടെ കനത്തിനെങ്കിലും ഒരു ഇഷ്ടികയെങ്കിലും വച്ച് ജസ്റ്റ് അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഷവറ്, ടാപ്പ് ഒക്കെ വയ്ക്കുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട, സെയിം ലെവലിൽ തന്നെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒരു പടി, ചെറിയൊരു പടി വെച്ച് ഒന്ന് ഹൈറ്റ് കൊടുക്കുകയോ ഹൈറ്റ് താത്തിയോ കൊടുക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം അത് തെന്നി വീഴാനും ചെറിയൊരു എന്തെങ്കിലും ഒരു സ്ലിപ്പായിരുന്നാലും നമുക്ക് കൂടുതലത് അപകടത്തിലേക്കാവും. അതേ സ്ഥാനത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ഇടയ്ക്കൂടി ഒരു പടി മാത്രമായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര ഒരു പ്രശ്നം അതിന് ഉണ്ടാകത്തില്ല. അത് നല്ലതായിട്ട് ചെയ്യണം, കാരണം ലീക്ക് ചെയ്ത് ഇപ്പുറത്തോട്ട് വെള്ളം ഒഴുകാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാല് കഴുകാൻ കയറിയാൽ പോലുമുള്ള വെള്ളമൊന്നും അപ്പുറത്തോട്ടൊന്നും ഒഴുകി വരുന്നില്ല, അതിനുള്ളിൽ തന്നെ കിടക്കും. ഇപ്പോൾ എണ്ണയൊക്കെ ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് കുളിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അത് തലയിൽ ഷാമ്പു, തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നവർ, ഇതൊക്കെ ബാത്റൂം മുഴുവനായിട്ടൊന്നും സ്പ്രെഡ് ആവത്തില്ല. അത് ആ ഒരു പടിക്കുള്ളിൽ തന്നെ നിന്നോളും. ബാക്കി എല്ലായിടും എപ്പോഴും നല്ല ഉണങ്ങിക്കിടക്കും. വേണേൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെ ഒരു ചവിട്ടി, ഒരു ഫ്ലോർ മാറ്റ് ഇട്ട് നമുക്ക് അവിടെ കാല് തുടച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പം എല്ലാവരും ശരിക്കും നമ്മൾ ബാത്റൂമിൻ്റെ പുറത്ത് ഇടുന്ന മാറ്റ് കൂടാണ്ട് ഉള്ളിലും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചവിട്ടി തൂത്ത് ഇറങ്ങി ഉണക്കി പോകാം. പക്ഷേ ഇങ്ങനെയൊരു കാര്യം അതിനുള്ളിൽ ചെയ്യണം. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, സ്ഥലം ലാഭിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ഥലം കുറവുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് സ്റ്റെയർ കേസൊക്കെ വീടിനുള്ളിൽ കൂടെ ആണെങ്കിൽ അവർ ടോയ്ലറ്റ് കൂടുതലും കോമൺ ബാത്റൂമൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ കോമൺ അല്ല അല്ലാതെ പ്രൈവറ്റ് റൂം ആണെങ്കിൽ പോലും, റൂമിൻ്റെ ആണെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലും അത് സ്റ്റെയർ കേസിൻ്റെ അടിയിലേക്ക് ഈ ടോയ്ലറ്റിനെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഇത് പോകുമ്പോൾ അതിനൊരു ഗ്രാജുവലി അതിൻ്റെ സൈസ് കുറയുമല്ലോ, ഹൈറ്റ് കുറയുമല്ലോ. അതേപോലെ തന്നെ ചിലർ ബെർത്ത്, ചിലപ്പോൾ സ്റ്റോർ റൂമിൻ്റെ ബെർത്ത് വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ബെർത്തുകളൊക്കെ വരുന്നതിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് അങ്ങ് സെറ്റ് ചെയ്യും. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം, പക്ഷേ ഹൈറ്റ് കുറയുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം എങ്ങനെയാണേലും ഇതിങ്ങനെ ചുറ്റിനും തെറിക്കും, എത്ര ശ്രദ്ധിച്ച് കുളിച്ചാലും. അല്ലെ പിന്നെ അനങ്ങാണ്ട് നിന്ന് കുളിച്ചിട്ട് ഇറങ്ങി വരണം. അപ്പോൾ ചിലപ്പം ടോയ്ലറ്റ് വൃത്തിയായി കിടക്കും, നമ്മൾ വൃത്തിയാവത്തില്ല. അപ്പം നന്നേ ആസ്വദിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പം ഹൈറ്റ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടോയ്ലറ്റിൻ്റെ ടോപ്പിലേക്കൊന്നും വെള്ളം തെറിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇത് ഈ ഹൈറ്റ് കുറഞ്ഞ് ബർത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെയറിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിയുമ്പം അതിൻ്റെ
ടോപ്പിൽ എപ്പോഴും ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ നനഞ്ഞിരിക്കുക. എന്നിട്ട് സോപ്പും ചെളിയും എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞ് ഒരു 1-2 മാസം കൊണ്ട് അതിൻ്റെ കളറൊക്കെ പതുക്കെ മാറി ഭയങ്കര വൃത്തികേടായി തുടങ്ങും. പിന്നെ അത് നമ്മൾ വാഷ് ചെയ്താൽ ചിലപ്പോൾ അത് പോകണമെന്നില്ല. പിന്നെ ഇപ്പം അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല ടൈൽസ് ഒട്ടിക്കുന്നത്. അത് മാക്സിമം ഹൈറ്റ് ലെവൽ മേള് വരെ ടോപ്പ് വരെ എത്തിച്ച്, അതായത് നമ്മുടെ ടെറസിൻ്റെ അവിടെ വരെ മുട്ടിച്ച് തന്നെ ടൈൽസ് ഒട്ടിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ബാത്റൂം വൃത്തിയാക്കാനും വൃത്തിയായിട്ടിരിക്കാനും നമ്മളൊന്ന് കുളിച്ച് കഴിയുമ്പോൾ തന്നെ ചുമ്മാ ഒന്ന് വെള്ളം ഒരു 2-3 കപ്പ് വെള്ളം മൊത്തത്തിലൊന്ന് ഒഴിച്ച് വിട്ടാൽ പോലും പെട്ടെന്ന് അതൊന്ന് ക്ലീൻ ആയി പോയിക്കോളും. പക്ഷേ അതേ സ്ഥാനത്ത് പകുതി വരെ, ഇപ്പം നമ്മുടെ ഈ ഒരു ലെവൽ വരെയൊക്കെ ആയിരിക്കും ചില ടോയ്ലറ്റിൽ ടൈൽസ് ഒട്ടിക്കുന്നത്. ചിലർ ജസ്റ്റ് പകുതിക്ക് വരെ ആയിരിക്കും, നമ്മുടെ ഒരു അരയുടെ ലെവലിൽ. ചിലർ ഹൈറ്റിൽ വരെ ഒട്ടിക്കും. അപ്പോൾ ഹൈറ്റ് വരെ ഒട്ടിക്കുന്നതാണ് ബാത്റൂം വൃത്തിയാക്കാനും വൃത്തിയായിട്ടിരിക്കാനും കാണുമ്പോൾ ഒരു ലുക്കും എല്ലാം. ലുക്ക് മാത്രമല്ല, വൃത്തിയായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും സ്ഥാനം കണ്ടൊക്കെയാണ് വീട് പണിയുന്നത്. കിച്ചൺ ഇരിക്കേണ്ട സ്ഥലം, ബെഡ്റൂം ഇരിക്കേണ്ട സ്ഥലമൊക്കെ നോക്കും. പക്ഷേ കൂടുതലും ആരും ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യമാണ് ടോയ്ലറ്റ് പണിയുന്ന കാര്യത്തിൽ. അത് എവിടെയെങ്കിലും ഇച്ചിരി ഗ്യാപ്പ് വന്നാൽ അവിടെ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഒരു കോമൺ ബാത്റൂം കൊടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യും. പക്ഷേ ടോയ്ലറ്റിന് ഞാൻ വിശ്വസിക്കുന്നതല്ല, അങ്ങനെയാണ്. അതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരുടെ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിലൊക്കെ വിശ്വാസം ഉള്ളവരുടെ കാര്യമാണ്, ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ടോയ്ലറ്റിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ടോയ്ലറ്റ് പ്രത്യേകിച്ച് ഏത് ദിശയിലേക്കാണ് ആ ടോയ്ലറ്റ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കരമായ ഒരു അതിന് പണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് നമുക്ക് റൂമിലേക്ക്, ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സൈഡാണ്. നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളയുന്ന ഒരു സ്ഥലമാണ്, കുളിക്കാനാണേലും ടോയ്ലറ്റിലാണേലും എല്ലാം. അപ്പോൾ അത് മാക്സിമം വീടുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലാതെ വീടിൽ നിന്ന് വിട്ടായിരുന്നു പണിത് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരില്ലായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും അറ്റാച്ച്ഡ് ബാത്റൂം അല്ല വീടിനകത്ത് തന്നെയായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് നമ്മുടെ വീടിനുള്ളിലേക്ക്, റൂമിനുള്ളിലേക്കൊക്കെ വരുവാണ്. അപ്പോൾ ഇതൊന്നും, ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാനും ഒക്കെ നമ്മൾ മാക്സിമം അതിൻ്റെ സ്ഥാനവും സാഹചര്യങ്ങളും എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഒരുപാട് കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഒന്നും സ്ഥാനം നോക്കാണ്ട് ചെയ്തിട്ട് പറ്റിയിരിക്കുന്ന ചില ഭവിഷ്യത്തുകളൊക്കെ എനിക്കറിയാം. അതിൽ വിശ്വാസമില്ലാത്തവരങ്ങനെ പോട്ടെ, വിശ്വസിച്ച് ഈ കാര്യങ്ങളും ദൈവവിശ്വാസവും ഇതുമൊക്കെ കൂട്ടിക്കലർത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പിന്നെ ടോയ്ലറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് പണിയുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ബെഡ്റൂമിൽ അറ്റാച്ച് ചെയ്ത് ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ പണിയുമ്പോൾ കുറച്ച് ഒരു ചെറിയൊരു നേരെ ഡോറിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബെഡ്റൂമിനകത്തേക്ക് വരാതെ ചെറിയൊരു ഇടനാഴി പോലെയോ അല്ലെങ്കിൽ ഒരു വരാന്ത പോലെയോ ഇതും അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമിനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റ് ടോയ്ലറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഇറങ്ങുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. നമുക്ക് റൂമിൽ നിന്ന് ബെഡിലൊക്കെ കണ്ണും തുറന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ചിലപ്പം ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഡോറായിരിക്കും. അതൊക്കെ കാണാതെ അത് ഒന്ന് മറയുന്ന രീതിയിൽ നിൽക്കുവാണെങ്കിൽ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. നമുക്ക് രാവിലെയൊക്കെ എണീക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഈ ടോയ്ലറ്റിൻ്റെ ഡോറൊക്കെ കണ്ട് എണീക്കുന്നതല്ല, കാണാണ്ട് എണീക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ് അതിന് കൊടുക്കുന്ന ഒരു സെപ്പറേഷൻ, ടോയ്ലറ്റ് പണിയുമ്പോൾ അതിനുള്ളിൽ ബാത്ത് ചെയ്യാനും ടോയ്ലറ്റ് സെക്ഷനും ഇരിക്കുന്നതിൻ്റെ തമ്മിൽ കൊടുക്കുന്ന ഒരു സെപ്പറേഷൻ. പിന്നെ ടോപ്പ് ഹൈറ്റ് ശ്രദ്ധിക്കുക. പിന്നെ ഇനിയിപ്പം ഇതൊക്കെ ഞാൻ നല്ല ബഡ്ജറ്റ്, വലിയ കുഴപ്പമില്ലാത്ത തർക്കമില്ലാത്ത ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് വീട് സെറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെയാണ് പിന്നെ ടോയ്ലറ്റിൻ്റെ സ്ഥാനം. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള, ഞാൻ ഓർത്ത് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പുതിയത് വരുവാണെങ്കിൽ ഞാൻ വേറെ വീഡിയോസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞേക്കാം. അപ്പോൾ പുതിയ വീട് പണിയുന്നവർ അല്ലെങ്കിൽ റിനോവേഷൻ നടത്തുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് പണിയാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, പുതിയൊരു വീഡിയോയിലാണ് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.